പ്രിയപ്പെട്ട സെക്രട്ടറി, സ്നേഹം നിറഞ്ഞ എറണാകുളം എയർഫോഴ്സ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ, ഏവർക്കും ഈ കൊച്ചുകഥാപ്രസംഗത്തിലേക്ക് സുസ്വാഗതം. AFA കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരിചിതരായ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കിത്തന്ന ബഹുമാന്യ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠമായ മധുവിന് മറ്റ് ഭാരവാഹികൾക്കും നസീമമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ദീർഘനാളത്തെ രാജ്യസേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി പ്രശോഭിതമായ ഒരു ജീവിതം കെട്ടിപ്പടുത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ കൈപിടിച്ചുയർത്തിയ, നമ്മെ ഇന്ന് നാമാക്കി മാറ്റിയ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം തന്ന അടിത്തറ. ഒരു കാര്യം പറയട്ടെ, പട്ടാളത്തിൽ കിട്ടിയ ബൃഹത്തായ ഈ കൂട്ടുകെട്ട് മറ്റു ഒരു സമൂഹത്തിൽ കിട്ടത്തില്ല. സത്യമല്ലേ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുടുംബ സംഗമം. നമ്മെ നാമാക്കിയ ചരിതം, നമ്മെ നാമാക്കിയ കാലം, നമ്മെ നാമാക്കിയ ചരിതം, നമ്മെ നാമാക്കിയ കാലം. തുറന്നൊരാകാശത്തിൽ പുത്തൻ സ്വപ്നം വിതറിയ നേരം, തുറന്നൊരാകാശത്തിൽ പുത്തൻ സ്വപ്നം വിതറിയ നേരം. പറന്നുയർന്ന പ്രതീക്ഷകൾ കാണി പടുത്തുയർത്തിയ ഭാവി, പറന്നുയർന്ന പ്രതീക്ഷകൾ കാണി പടുത്തുയർത്തിയ ഭാവി, പടുത്തുയർത്തിയ ഭാവി. നമ്മെ നാമാക്കിയ ചരിതം, നമ്മെ നാമാക്കിയ കാലം, നമ്മെ നാമാക്കിയ ചരിതം, നമ്മെ നാമാക്കിയ കാലം. എന്റെ ട്രെയിനിങ് സെന്റർ മുതൽ അവസാന യൂണിറ്റ് വരെ ഉണ്ടായിട്ടുള്ള പല വ്യക്തികളും ഇവിടെയുണ്ട്. 1986 സർവീസിൽ പ്രവേശിച്ച ഞാൻ 2002 സ്വമേധയ റിട്ടയർമെന്റ് എടുത്ത് ഒരു ഗൾഫുകാരന്റെ ചട്ടക്കൂടിലേക്ക് മാറി. എവിടെ പോയാലും എയർഫോഴ്സുകാരനായാൽ കിട്ടുന്ന ഒരു ബഹുമതി കാലം കാത്തു സൂക്ഷിച്ച സാക്ഷ്യപത്രമാണ്. സർവീസ് ലൈഫിൽ എനിക്ക് ലഭിച്ച ഒരു കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ ഒരു എയർഫോഴ്സ് സംഭവവുമായി ബന്ധപ്പെടുത്തി ചെറിയൊരു കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് ആറ്റിങ്ങൽ കലാപം എന്നുള്ള വലിയ കഥാപ്രസംഗത്തിലേക്ക് പോകാം. കാലഘട്ടം 1987. വടക്കുനിന്നൊരു തീവണ്ടി അതാ കാൺപൂർ റെയിൽവേ സ്റ്റേഷന്റെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. ആ തീവണ്ടിയുടെ 8ാമത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അതാ സാവധാനം പടിയിറങ്ങുന്നു. ഒരു 17-18 വയസ്സ് പ്രായം, മുഖമാകെ മുഖക്കുര കൊണ്ട് മുറിഞ്ഞ പാട്. ആ മുറിവീശ വെച്ച ചെറുപ്പക്കാരൻ തൂക്കിപ്പിടിച്ചിരുന്ന കറുത്ത പെട്ടിയുടെ വലതുഭാഗത്ത് വെള്ളലിപികളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ACUT അഗസ്റ്റിൻ PA. ഇന്ന് അദ്ദേഹം വളർന്നു പന്തലിച്ച് അറിയപ്പെടുന്ന ഒരു ജഡ്ജിയായി മാറിയിരിക്കുന്നു. AC-യുടെ Aയിൽ നിന്നും ജഡ്ജിയുടെ ജയിലിലേക്കുള്ള ജീവിതത്തിന്റെ പ്രയാണം. ദൂരമിത്രയും താണ്ടി വന്നിടൂ അനുചരനാമൊരു വായുപുത്രൻ, ദൂരമിത്രയും താണ്ടി വന്നിടൂ അനുചരനാമൊരു വായുപുത്രൻ. ഇരിക്കാൻ പരിശീലനശാലയിൽ നിന്ന് മറക്കാതിരിക്കാൻ പരിശീലനശാലയിൽ നിന്ന് എഴുതിയ പെട്ടിയുമായി എത്തിടുമ്പോൾ ദൂരമിത്രയും താണ്ടി വന്നിടൂ അനുചരനാമൊരു വായുപുത്രൻ. പാറിപ്പറക്കാത്ത ചപ്പാത്തിക്കട്ടുള്ള മുഖം, യാത്ര കൊണ്ട് ക്ഷീണിതമായ കണ്ണുകൾ. ആ ചെറുപ്പക്കാരൻ പെട്ടിയിൽ തൂക്കി മേൽപ്പാലം വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ അതൊരു ബോർഡ് കാണുന്നു: വെൽക്കം ടു ദി സിറ്റി ഓഫ് പാൻപരാർ. പാൻപരാർ എന്നാൽ കുളിർമ പകരുന്ന കാൺപൂർ എന്ന മഹാനഗരത്തിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം. നിശാന്തമായി ഒഴുകുന്ന ഗംഗാനദിയുടെ തീരത്ത് GT റോഡിനാൽ മുഴിക്കപ്പെട്ട് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനഗരം കാൺപൂർ. സൈക്കിൾ റിക്ഷ ചവിട്ടി ജീവനമാർഗം തേടുന്ന ആയിരങ്ങൾ വസിക്കുന്ന നഗരം.
നാട്ടിൽ നഴ്സിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതാകുമ്പോ മാതാപിതാക്കൾ പറയും, എന്നാ മോളെ നീ കാൺപൂരേക്ക് പോ എന്ന് പെൺകുട്ടികളെ തള്ളിവിട്ടിരുന്ന ഇടം. കാൺപൂർ ഉണ്ടായിരുന്നവർക്ക് അറിയാം മരിയമ്പൂർ ഹോസ്പിറ്റലിനെ കുറിച്ച്. ടോമി പോയോ എന്തോ അറിയാം. മരിയമ്പൂർ ഹോസ്പിറ്റലിൽ സത്യനൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാമഭ്രാന്തിന്റെ വിശപ്പെടുക്കാൻ തുറന്നു വെച്ചിരിക്കുന്ന മൂൽഗഞ്ചുള്ള കിളികൾ. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എയർഫോഴ്സ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓർമ്മകളിലെ കാൺപൂർ. പക്ഷെ ഒന്നുണ്ട്, വർഷങ്ങൾ കഴിയുമ്പോൾ ജീവിതയാത്രയിലൂടെ ബഹുദൂരം പിന്നിട്ട് നമ്മൾ ഇന്ന് എവിടെയെല്ലാമോ എത്തിച്ചേർന്നിരിക്കുന്നു. ബാച്ചിലറായി ഓരോരുത്തരുടെയും ഫസ്റ്റ് യൂണിറ്റിൽ പ്രവേശിച്ച നമ്മൾ ഇന്ന് കുട്ടികളും അനന്തര കുട്ടികളും അനന്തര തലമുറയുമായി സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, ചാക്കേരി എയർഫോഴ്സ് സ്റ്റേഷനിലെ ബാലിരംഗശാല. അവിടെ കൊണ്ടാടാറുള്ള എല്ലാ വർഷവും നവംബർ 1-ാം മാസം 1-ാം തീയതി അല്ലെങ്കിൽ 1-ാമത്തെ ആഴ്ച കൊണ്ടാടാറുള്ള കേരളപ്പിറവി ആഘോഷം 39 വർഷങ്ങൾക്ക് മുമ്പേ ആ ബാലിരംഗശാലയിൽ അവതരിപ്പിച്ച ഒരു വെല്ലടിച്ചാപ്പാട്ടിന്റെ 4 വരികൾ പാടിക്കൊണ്ട് ഞാൻ എന്റെ മുഖ്യ കഥാപ്രസംഗത്തിലേക്ക് കിടക്കാം. നീ വരുന്നോ എന്റെ നാടു കാണാൻ, നീ വരുന്നോ എന്റെ നാടു കാണാൻ, നീ വരുന്നോ എന്റെ നാടു കാണാൻ, നീ വരുന്നോ എന്റെ നാടു കാണാൻ. പച്ചക്കുരുത്തോല പന്തലുണ്ട്, നല്ല പച്ചക്കിളികൾ നാദമുണ്ട്. പച്ചക്കുരുത്തോല പന്തലുണ്ട്, നല്ല പച്ചക്കിളികൾ നാദമുണ്ട്. നീ വരുന്നോ എന്റെ നാടു കാണാൻ, നീ വരുന്നോ എന്റെ നാടു കാണാൻ, എന്റെ നാടു കാണാൻ, എന്റെ നാടു കാണാൻ. കഥാപ്രസംഗം എന്ന കലയെ അന്വർത്ഥമാക്കിയ മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് കഥയിലേക്ക് കിടക്കട്ടെ. ഭാരതത്തിലെ വിദേശാധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സൈനിക സമരം നമ്മുടെ കൊച്ചു കേരളത്തിലായിരുന്നു എന്ന വസ്തുത ഒരു കഥാപ്രസംഗ രൂപത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. സ്വതന്ത്ര ഭാരതത്തിന്റെ 79-ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ മാതൃരാജ്യത്തിനു വേണ്ടി പടപൊരുതി ജീവത്യാഗം ചെയ്ത അസംഖ്യം പടയാളികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ കഥ അവതരിപ്പിക്കട്ടെ. കഥയുടെ പേര് ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. ഇത് ആറ്റിങ്ങൽ കലാപം. ഇത് ആറ്റിങ്ങൽ കലാപം. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം അതുപോലെ ആ നഗരിക്കടുത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ട്യൂട്ടോറിയൽ സ്ഥാപനങ്ങളാൽ സമ്പന്നമായ ഒരു കൊച്ചുപട്ടണം. വാമനപുരം നദിയുടെ പട്ടാട ചുറ്റി മന്ദവിസിച്ച് സുസ്മേരവതയായി നിൽക്കുന്ന ആ പട്ടണം മറ്റൊന്നല്ല, വേലൂർ ആറ്റിങ്ങൽ. സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരു. സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ മറന്നുപോയൊരു സമര ചരിത്ര സ്മാരകവും അവിടെ കാണാം. മറന്നുപോയൊരു സമര ചരിത്ര സ്മാരകവും സ്പന്ദനമേകിയ പട്ടണമോ മനം ബന്ധിതമാക്കിയ പൂർവികരോ. ആ കൊച്ചുപട്ടണത്തിന് ഒരു കഥയുണ്ട്, ഒരു കാഹളത്തിന്റെ കഥ, ഒരു വിദേശത്തിന്റെ കഥ, ഒരു സമരത്തിന്റെ കഥ, ഒരു കലാപത്തിന്റെ കഥ. കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം. കലാപം കലാപം
ഇത് ആറ്റിങ്ങൽ കലാപം, ഇത് ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപം? 1721 ആണ്ടിൽ അന്നത്തെ തിരുവിതാംകൂർ പ്രവിശ്യയിലുള്ള ചെറിയങ്കീഴ് ആറ്റിങ്ങൽ താലൂക്കിൽപ്പെട്ട പൊട്ടിപ്പുറപ്പെട്ട സ്വാതന്ത്ര്യ സമരമാണ് ആറ്റിങ്ങൽ കലാപമായി രൂപപ്പെട്ടത്. ആറ്റിങ്ങലിൽ നിന്നകന്ന് അറ്റുകൊന്നു കോട്ടയത്തെ, ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുകൊന്നു കോട്ടയത്തെ, പറയാനുണ്ട് കൊടുമൺ പോരാട്ട വീര ചരിത്രം, പറയാനുണ്ട് കൊടുമൺ പിള്ള പോരാട്ട വീര ചരിത്രം. ആറ്റിങ്ങലിൽ നിന്നകന്ന് അഞ്ചുകൊന്നു കോട്ടയത്തെ. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോരാട്ടം ശിപായി ലഹള എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിനുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള ആദ്യത്തെ സായുധ കലാപത്തെ രാഷ്ട്രീയക്കാരും നിരൂപകരും എന്തിനേറെ മലയാളികളായ നമ്മൾ പോലും മറന്നത് മറ്റൊരു ചരിത്രം. പറയാനുണ്ട് കൊടുമൺ പിള്ള പോരാട്ട വീര ചരിത്രം, പറയാനുണ്ട് കൊടുമൺ പിള്ള പോരാട്ട വീര ചരിത്രം. ആരാണി കൊടുമൺ പിള്ള? നന്ദികേടിന്റെ പുറങ്കാൽ കൊണ്ട് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട സേനാനായകൻ ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ ഓയമ്മറാണി തമ്പുരാട്ടിയുടെ സർവ്വസൈന്യാധിപൻ, എട്ടുവീട്ടിപ്പിള്ള കുടുംബത്തിലെ ഒരു അംഗം കൊടുമൺ പിള്ള. ഭരണ സൗകര്യാർത്ഥം അന്ന് കേരളം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അതിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ വീട് അമ്മ വീട് എന്നറിയപ്പെട്ട ഒരു തറവാടായിരുന്ന ഒരു കൊട്ടാരമായിരുന്നു ആറ്റിങ്ങൽ കൊട്ടാരം. ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ സർവാധികാരിയായിരുന്ന ഉമയമ്മറാണി തമ്പുരാട്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടത്തിയ ഒരു കച്ചവട ഉടമ്പടി ഉണ്ടായിരുന്നു. കച്ചവടം അഞ്ചുതെങ്ങ് ആസ്ഥാനമായി കച്ചവടം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഉടമ്പടി. അത് സാവകാശം കാലക്രമേണ വിച്ഛേദിക്കപ്പെട്ടു. അത് നടത്തപ്പെടാറായി. അതാണ് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് വഴിതെളിച്ചത്. കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ, കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ, വിദേശികൾക്കായി തുറന്ന വാണിജ്യത്തിൻ നാണ്യ കരാറുകൾ, വിദേശികൾക്കായി തുറന്ന വാണിജ്യത്തിൻ നാണ്യ കരാറുകൾ, കരാറുകൾ കരാറുകൾ കച്ചവടത്തിൻ കരാറുകൾ, കച്ചവടത്തിൻ കരാറുകൾ. വിദേശമണ്യം ഇങ്ങോട്ട് കിട്ടും, സുഗന്ധദ്രവ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കിട്ടും അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കലും വാങ്ങലുമായി മുന്നോട്ട് പോയപ്പോ കൊടുമൺ പിള്ളയ്ക്ക് അതത്ര തീരെ പിടിച്ചില്ല. അദ്ദേഹത്തിന് ആദ്യം മുതൽ തന്നെ ഈ ഉടമ്പടിയോട്, ഈ എഗ്രിമെന്റിനോട് വിദ്വേഷമുണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? രാജ്ഞി ഭരണമല്ലേ, രാജ്ഞി ഭരണം. തിരുവായിക്ക് മറുവായില്ലല്ലോ. കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ സായിപ്പന്മാരുടെ സ്വഭാവം മാറ്റപ്പെട്ടു. പാലം കടക്കുവോളം നാരായണ എന്ന് പറഞ്ഞ് നടന്ന അവർ പാലം കടന്നപ്പോ കൂരായണയായി. അഞ്ചുതെങ്ങ് ആസ്ഥാനമായി കച്ചവടം ചെയ്യാൻ ചോദിച്ചിരുന്നവർ അവിടെ പതുക്കെ പതുക്കെ ഒരു കോട്ട പണിയാൻ തുടങ്ങി. കോട്ടയ്ക്കകത്ത് ആയുധ പരിശീലനം ചെയ്യാൻ തുടങ്ങി, ആയുധ ശേഖരം ചെയ്യാൻ തുടങ്ങി, സൈനിക താവളം ചിത്രീകരിക്കാൻ തുടങ്ങി. സൂക്ഷിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. സുഗന്ധദ്രവ്യ വാണിജ്യത്തിനോ സുഗന്ധദ്രവ്യ കച്ചവടത്തിനോ വന്നതല്ല, പിടിച്ചടക്കണം രാജ്യം. പതുക്കെ പതുക്കെ സ്വദേശികളെ അടിമകളായി ചിത്രീകരിച്ചു. നാട്ടുകാരിൽ നിന്നും നിർബന്ധമായി പിടിച്ചെടുക്കുന്ന കാർഷിക വിളകൾ, വഴിവേറെ ഇങ്ങനെ കമ്പോളത്തിൽ വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ നിർബന്ധമായി പിടിച്ചെടുക്കുന്ന കാർഷിക വിളകൾ ചോദിച്ച് കോട്ടയിലേക്ക് ചെന്നാലും ചാട്ടവാറടിച്ചും തോക്കിന്റെ പീരങ്കി കൊണ്ടും ഇവരെ അടിച്ചു ക്രൂരമായി തിരിച്ചു. ചോദിച്ചത് കേട്ട ഭാരതത്തിലെ നിങ്ങളും നമ്മളും അടങ്ങുന്ന കാർഷകരോട് അല്ലെങ്കിൽ യുവജനങ്ങളോട് ചോദിച്ചതാണ്, ഹൗ ഡെയർ യു ആസ്ക് മണി ഫ്രം us, you bloody buggers. ക്രൂരപീഡനം ഏറ്റുവാങ്ങുവാൻ ഇനി ജന്മമെടുക്കരുതേ,
ജന്മം സാധ്യമല്ല ഏറ്റുവാങ്ങുവാൻ ഇനി ജന്മം സാധ്യമല്ല മറക്കാൻ കൊടുക്കാൻ കഴിയാത്ത ചെയ്തികൾ മറക്കാൻ കൊടുക്കാൻ കഴിയാത്ത ചെയ്തികൾ മായാതെ നിൽപ്പൂ മനകാലത്തിൽ ക്രൂര പീഡനം ഏറ്റുവാങ്ങുവാൻ ഈ ജന്മം സാധ്യമല്ല. മടുത്തു. ബ്രിട്ടീഷുകാരെ കൊണ്ട് സഹിക്കട്ടെ, ഇങ്ങനെ അടിയും തുപ്പും വെട്ടും കൊണ്ട് ജീവിക്കാൻ വയ്യ. ബ്രിട്ടീഷുകാരുടെ അക്രമം സഹിക്കാതെ വയ്യപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി നീങ്ങി. സേനാധിപന് മുഖം കാണിക്കണം. ഒരു 20-21 പേര് വരെ. അന്നൊക്കെ ഒരു ഒരുമയുണ്ടായിരുന്നു അല്ലേ? ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരുമയില്ല. എല്ലാവരും സ്വാർത്ഥരായി. നമ്മുടെ സത്യസാറിന്റെ വീട്ടില് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ പറയാം, അത് സത്യസാറിന്റെ വീട്ടിലല്ലേ വെള്ളം കയറി. മധുവണ്ണന്റെ ചേച്ചിയുടെ മാല മോഷിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ 3-3.5 പവന്റെ മാല മോഷിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഉടൻ ചേച്ചിയുടെ മാലയാണ്. പക്ഷെ അന്നങ്ങനെയല്ലേ, ഒരുമയുണ്ടായിരുന്നു. ഒറ്റക്കെട്ടായി ആ ചെറുപ്പക്കാർ 20-21 പേർ ആറ്റിങ്ങൽ കൊട്ടാരം ലക്ഷ്യമാക്കി. അന്ന് നമുക്ക് ആറ്റിങ്ങൽ കൊട്ടാരം സായിപ്പന്മാർക്ക് അത് കോയിക്കൽ പാലസ്, സായിപ്പന്മാരുടെ ഭാഷയിൽ പറഞ്ഞു. കൊട്ടാരവാദികളിലെത്തിയപ്പോൾ ഭടന്മാർ വിടോ അതും സംഘമായി വന്നിരിക്കുന്നു. ഒരു സംഘം ചെറുപ്പക്കാർ എവിടെ പോകണം, ആരെ കാണാൻ? നമുക്ക് തിരുമനസ്സിനെ മുഖം കാണിക്കണം. തിരുമനസ് എന്തിന്? ഏത് കാര്യം ഇവിടെ ഉണർത്തിച്ചാൽ മതി, ഇവിടെ പറഞ്ഞാൽ മതി. ഇല്ല, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരാതികൾ, നമ്മുടെ പരിഭവങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് ഉണർത്തിക്കണം. ഇതെല്ലാം കൊട്ടാരത്തിന്റെ മേലേത്തട്ടിൽ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്ന കൊടുമൺ പിള്ള ആജ്ഞാപിച്ചു. ആരവിടെ? ആ ചെറുപ്പക്കാരെ കയറ്റി വിടുവാതെ. കൊട്ടാരത്തിൽ പ്രവേശിച്ച 20-21 പരസ്പരം നോക്കി നിന്നു. അതിവിസ്മയമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കൊട്ടാരം, ചുവർച്ചിത്രങ്ങൾ, വരപ്പ്, അതിഗംഭീരമായിട്ടുള്ള ആഡംബരമായിട്ടുള്ള കസേരകൾ, മേശകൾ, ഇതെല്ലാം പ്രവേശിച്ച് കണ്ടു നടന്ന് അന്താളിച്ച് പന്തേ നേരെ നീങ്ങുന്നു കൊടുമൺ പിള്ള. ഇവരുടെ ചെറുപ്പക്കാരെല്ലാം പെട്ടെന്നൊന്ന് പാടി. ഒരു 6 അടി തീക്ഷ്ണമായ കണ്ണുകൾ, ഉയർന്ന നാസിക, അതിന് താഴെ ഒതുക്കി വെച്ചിരിക്കുന്ന ചെറിയൊരു കൊമ്പൻ മീശ, ആയുധകലയിൽ തഴക്കവും പഴക്കവും വന്ന ശരീരം, അരയിൽ തിരുകിയിട്ട ഉടവാൾ, ഞൊറിഞ്ഞൊടുത്തിരിക്കുന്ന കസവുമുണ്ട്. സർവ്വസൈന്യാധിപൻ ചോദിച്ചു, എന്തിനാ വന്നേ? ഒരു നിമിഷം 20-21 പേർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അന്തിച്ചുപോയി, വിസ്മയപ്പെട്ടു. ഇവർ പരസ്പരം ചോദിച്ചു, എന്തിനാ വന്നെന്നല്ലേ ചോദിച്ചത്? എന്തിനാ വന്നത്? ധൈര്യമായി പറയും, പേടിക്കേണ്ട കാര്യമില്ല. തമ്പുരാനെ, സർവ്വസൈന്യാധിപൻ ഈ ബ്രിട്ടീഷുകാരെ കൊണ്ട് ബുദ്ധിമുട്ടി മടുത്തു. ഈ കണ്ടില്ലേ, ഈ അടിയുടെ പാട് കണ്ടില്ലേ? ഈ തോക്കിന്റെ പാട് കൊണ്ട് കണ്ടില്ലേ? അടിച്ചത് കണ്ടില്ലേ? തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചത് കണ്ടില്ലേ? നമ്മൾ ബുദ്ധിമുട്ടി കാർഷിക വിളകൾ കമ്പോളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യവന്മാർ മനഃപൂർവ്വം നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. 5 പൈസ തരത്തില്ല. ചെന്ന് ചോദിച്ചാൽ ഇതാണ് ഈ ക്രൂരമർദ്ദനമേറ്റ് നമ്മളെ പിരിച്ചുവിടും. ജീവിക്കാൻ വയ്യ, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. തമ്പുരാൻ സർവസൈന്യാധിപൻ എല്ലാവരെയും ഒന്ന് അടിപൊളി നോക്കി. ഓഹോ, അങ്ങനെയാണ് ശരി. കൊടുമൺ പിള്ള ഒരു ഉറച്ച തീരുമാനമെടുത്തു. പോരാടണം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടയുയർത്തണം. പക്ഷേ നിലവിലുള്ള പട തികയത്തില്ല. നിങ്ങൾ യുവജനങ്ങൾ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. ഇതുകൊണ്ട് അവിടെ പോയി രക്ഷിക്കാൻ പോയവൻ റിക്വസ്റ്റ് ചെയ്ത് അവിടെ മാറ്റിയ കാലം പ്രതിഷേധിക്കുന്ന ജനങ്ങൾ, പ്രതിച്ഛായ മാറ്റിയ കാലം, നിരവധി കളരിത്തറകൾ, നിരവധി കളരിത്തറകൾ നിത്യം പരിശീലനത്തിനായൊരുങ്ങി. നിരവധി കളരിത്തറകൾ നിത്യം പരിശീലനത്തിനായൊരുങ്ങി. പ്രതിഷേധിക്കുന്ന ജനങ്ങൾ, പ്രതിച്ഛായ മാറ്റിയ കാലം. 5 ദിക്കിലും ആറ്റിങ്ങിലും ചെറിയങ്കിഴുമായി നിരവധി കളരിത്തറകൾ സംഘടിപ്പിക്കപ്പെട്ടു, ഉയർന്നു. അവിടെ കളരി പഠിപ്പിക്കുവാൻ മലബാറിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കും കേട്ടോ, നമുക്കറിയത്തില്ല.
കൊണ്ടുവന്നു കൊടുമൺപിള്ള. അങ്ങനെ രഹസ്യമായി ആയുധ പരിശീലനം ഈ 3 പ്രവിശ്യകൾ ചെയ്യാൻ തുടങ്ങി. നിരവധി കളരിത്തറകൾ നിത്യം പരിശീലനത്തിനായൊരുങ്ങി. നിരവധി കളരിത്തറകൾ നിത്യം പരിശീലനത്തിനായി ഒരുങ്ങി. നിത്യം പരിശീലനത്തിനായി ഒരുങ്ങി. കാലക്രമേണ കോൺട്രാക്ട് പ്രകാരം കൊട്ടാരത്തിന് കൊടുക്കാനുള്ള കപ്പവും ഈ സായിപ്പന്മാരങ്ങ് മുടക്കി. ഇതും കൂടെ ആയപ്പോ കൊട്ടാരം പൂർണ്ണമായി കമ്പനിക്ക് എതിരായി. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. തിങ്സ് ആർ നോട്ട് ഗോയിങ് ഇൻ ടു റൈറ്റ് ഡയറക്ഷൻ. ഇടഞ്ഞു നിൽക്കുന്ന കൊട്ടാരത്തെ അനുനയിപ്പിക്കണം, ഇല്ലെങ്കിൽ കമ്പനിക്ക് അതാകണം. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്ത് നിന്ന് ഇതാ വന്നു സന്ദേശം. ടേക്ക് യു ഇൻ ടു കൺസിഡറേഷൻ കോൺഫിഡൻസ് ആൻഡ് റീഇൻസ്റ്റേറ്റ് ദി സിറ്റുവേഷൻ അറ്റ് ദി ഏർലിയസ്റ്റ്. നിലവിലെ സാഹചര്യം പഴയ സ്ഥിതിയിലാക്കി കൊണ്ടുവരാൻ വേണ്ടത് ഉടനെ ചെയ്യണം. പണ്ട് മുതലേ സായിപ്പന്മാർ മിടുക്കരാണ്. വിയോജിപ്പിക്കുവാനും വിഘോടിപ്പിക്കുവാനും അല്ലെങ്കിൽ സംയോജിപ്പിക്കുവാനും മിടുമിടുക്കൻ. സോപ്പുടൻ പണ്ടേ മിടുമിടുക്കൻ അല്ലേ? അതനുസരിച്ച് കപ്പം തന്നു തീർക്കാമെന്നും പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കി ഉടമ്പടി ഒപ്പിടാമെന്നും കൊട്ടാരത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറിയിച്ചു. അതിനുള്ള തീയതിയാണ് 1721 ഏപ്രിൽ മാസം 14. ഈ കാണുന്ന 14 ഏപ്രിൽ മാസം 14 നമുക്കറിയാം, മലയാളികളായ ആരും മറക്കത്തില്ല, വിഷുദിനം. ആ ഒരു പ്രത്യേക ദിനം തിരഞ്ഞെടുത്ത് കോൺട്രാക്ട് ഒപ്പിട്ട് ഉടമ്പടി പുതുക്കി കൊടുക്കാമെന്ന് ഏൽപ്പിച്ചത് പ്രകാരം അത് അന്ന് 5 തെങ്ങ് കോട്ടയുടെ മുമ്പിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവ്വസൈനാധിപൻ മിസ്റ്റർ വാട്ടർ ബ്രൗൺ ഉലാത്തുകയാണ്. ഒപ്പിടാൻ പോണ്ടേ? പോണം. അതീവ സന്തോഷമാണ് അദ്ദേഹം. കരാർ കൊടുക്കാൻ പോകുന്ന ദിവസമല്ലേ? സന്തോഷം കാണാതിരിക്കില്ല. കൊട്ടാരത്തെ പ്രീണിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും വേണ്ടി വ്യക്തികൾ നിറയെ സ്വർണ്ണാഭരണങ്ങൾ, വജ്രങ്ങൾ, കാഴ്ചവസ്തുക്കളെല്ലാം നിറച്ചു വച്ചിരിക്കുന്നു. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ 100-ൽ പരമണിയായി യമല്ലരും പേടിത്തൊണ്ടമാരാണ്. ഒറ്റയ്ക്ക് കൂട്ടത്തിൽ ചുറ്റാളുണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറി പോകും. നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല, പേടിത്തൊണ്ടല്ല. നമ്മളൊക്കെ അറിയാലോ, ഗൾഫിലൊക്കെ വർക്കിയിട്ടുള്ള ആൾക്കാരാണല്ലോ. ഒറ്റയ്ക്കൊന്നും ചെയ്യത്തില്ല, കൂട്ടത്തിൽ ഒരു സംഘം ആൾക്കാരാണ്. ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്കുള്ള യാത്ര അന്ന് പുഴമാർഗമാണ്. ഇന്നത്തെ വാമനപുരം നദി. അതാ ഒരു ഭടൻ പോകുന്നേ, ഇനി വാ, നിന്നെ തന്നെ വാ, ഗോ ആൻഡ് സീ എവരിതിങ് ഈസ് റെഡി ഫോർ ദി ജേർണി. ആ ഭടൻ ശരവേഗത്തിൽ പോയി അതേ വേഗത്തിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, യെസ് യുവർ ഓണർ, എവരിതിങ് ഈസ് റെഡി ഫോർ ദി ജേർണി. വാട്ടർ ബ്രൗൺ അത്രയ്ക്ക് പിടിച്ചില്ല. അദ്ദേഹത്തിന് ഒന്നുകൂടി പോയി നോക്കണം. കോട്ടയുടെ മേളിൽ അദ്ദേഹം ചെന്ന് നോക്കി. ശരിയാണല്ലോ, 3 പടുകൂറ്റം ബോട്ടുകൾ വന്ന് നടക്കുന്ന യാത്രയ്ക്ക്. വന്നെത്തിയ ബോട്ടിൽ നിറയെ ഈ അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ ഓരോന്നോരോന്നായി കയറി അവസാനത്തെ ബോട്ടിൽ വാട്ടർ ബ്രൗണും ഈ 100-ൽ പരം സംഘവും യാത്രയാകാൻ തുടങ്ങി. വാമനാപുരം നദി അന്ന് ഉത്സവത്തിന് മുന്നിലാണ്. അവരെ യാത്ര ചെയ്യിക്കാൻ കൊടുമൺപിള്ളയുടെ സംഘവും ഉണ്ടായിരുന്നു. പോയിട്ട് വേണം കാണിച്ചത്, നീ പോയിട്ട് വാ. ഓഹോ ഹോ ഓഹോ ഹോ ഓഹോ ഹോ ഓഹോ ഓഹോ ചന്ദ്രികയിൽ പൂത്തുലഞ്ഞ മോഹമാണ് തുഴതുഴഞ്ഞു ഞങ്ങളെത്തും സർവവ്യാപിയായി. പുതിയ വാനചന്ദ്രികയിൽ പൂത്തുലഞ്ഞ മോഹമാണ് തുഴതുഴഞ്ഞു ഞങ്ങളെത്തും സർവവ്യാപിയായി. ഓഹോ 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 കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ കൊട്ടാരത്തിന് സമർപ്പിച്ച് ഉമയമ്മ റാണി തമ്പുരാട്ടി പകർന്ന് നൽകിയ വീഞ്ഞും കുടിച്ച് വാട്ടർ ബ്രൗൺ സംഘവും മടങ്ങ് യാത്രയ്ക്ക് തയ്യാറായി. വീഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്, സായിപ്പന്മാരൊക്കെ വീഞ്ഞില്ലാതെ ഒരു പരിപാടിയും നടക്കും. ബ്രേക്ക്ഫാസ്റ്റിനും വേണം വീഞ്ഞ്, ഉച്ചയ്ക്ക് ഡബിൾ മടങ്ങ് വേണം, രാത്രി പിന്നെ അതിനേക്കാളും കൂടുതൽ വേണം. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ചില സ്വഭാവങ്ങളുണ്ട്. നല്ലതെന്നല്ല പറയുന്നത്, ചീത്തയെന്നല്ല പറയുന്നത്, നോക്കിക്കണ്ടൊക്കെ ചെയ്ത് കൊള്ളാം അല്ലേ. അപ്പം നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു.
നിഴലിറങ്ങുന്ന നിലാവെളിച്ചത്തിലും കത്തിച്ചു പിടിച്ചിരിക്കുന്ന പന്തങ്ങളുടെ പ്രഭാപുരിതത്തിലും അങ്ങ് ദൂരെ നിശാന്തമായി ഒഴുകുന്ന വാമനാപുരം നദിയുടെ മാറിൽ മടക്കയാത്രയ്ക്ക് 3 ബോട്ടുകൾ തയ്യാറായി കിടക്കുന്നു. പുഴയരികിൽ വാട്ടർ ബ്രൗൺ സംഘവും എത്തി മടക്കയാത്രയ്ക്ക് തയ്യാറായി. ചെറുതായിട്ടൊക്കെ ആടുന്നുണ്ടായിരുന്നു. എത്തിയപ്പോ അവിടെ പതുങ്ങിയിരുന്ന കൊടുമൺ പിള്ളയും സംഘവും ഊരി പിടിച്ച വാളുകളുമായി ബ്രിട്ടീഷുകാർക്ക് നേരെ ചാടി. 200-ൽ പരം കളരി അഭ്യാസികളായ പോരാളികൾ. കൊടുമൺ പിള്ള വിളിച്ചലറി, വെട്ടി നിരത്തൂല്ലാത്തനെയും വെട്ടി നിരത്തു, ഒരുത്തനെയും ബാക്കി വയ്ക്കുന്നു, ഒരുത്തനെയും. പിന്നെ അവിടെ ഒരു യുദ്ധഭൂമിയായി മാറി, രണാങ്കണമായി മാറി. പരിചകൾ തമ്മിൽ ഉരസി, പടച്ചട്ടകൾ വഴുതി മാറി, കാലുകൾ തമ്മിൽ തട്ടി. പൊടിവാറുന്ന പുഴക്കരയിലെ അങ്കത്തട്ടിൽ അധികം താമസിയാതെ അരോഗദൃഢഗാത്രരും ആയോപദ്യാസികളുമായ കായിക ബലവാന്മാരുമായ കൊടുമൺ പിള്ളയും സംഘവും ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തി. അവരെ നിരായുധരാക്കി. കൊടുമൺ പിള്ള വീണ്ടും ഗർജിച്ചു, ഒരുത്തനെയും വിടരുത് ബാക്കി, ഒരുത്തനെയും ബാക്കി, ഒരുത്തനെയും. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ട് താഴെ കിണറുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ നെഞ്ചത്ത് ചവിട്ടി കൊടുമൺ പിള്ള ആർത്തട്ടസ് ചോദിച്ചു, നിനക്കൊക്കെ ഇന്ത്യ ഭരിക്കണമല്ലേ? ഭാരത മക്കളെ ബന്ദികളാക്കണമല്ലേ? കൊള്ളാമല്ലോ സാഹിബേ, ഇന്നലെ വരെ നിങ്ങളുടെ ക്രൂര പീഡനം നമ്മൾ സഹിച്ചു. ഇനി അത് നടക്കൂല. പലിശയും വാങ്ങി തിരിച്ചു വാങ്ങിക്കാൻ തയ്യാറായിക്കോ. ഇതൊരു തുടക്കമാണ്, വെറും തുടക്കം. സൈനികരെ അരിഞ്ഞു തള്ളുവില്ലാത്തനെയും അരിഞ്ഞു തള്ളു. പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷുകാരനെ പോലും വകവയ്ക്കാതെ, മാറ്റിവെക്കാതെ, മാറ്റി നിർത്താതെ 143 പേരെ കൊടുമൺ പിള്ളയും സംഘവും കൊന്നൊടുക്കി. അതുവരെ കാണാതിരുന്ന ആറ്റിങ്ങൽ പുഴ ആ ഭീകര ദൃശ്യം കണ്ട് വാവിട്ട് കഴിഞ്ഞു. വെള്ളക്കാരുടെ ശിരസറ്റ ശവശരീരങ്ങൾ ആറ്റിങ്ങൽ പുഴയിൽ പൊങ്ങിക്കിടക്കുന്നു. കമന്തകളിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തം ചോരത്തുള്ളികളാൽ ആറ്റിങ്ങൽ പുഴ രക്തപ്പുഴയായി മാറി. മറ്റുള്ളവരെ ഭയപ്പെടുത്താറുള്ള നിഷേധിനി അന്ന് പേടിച്ചു നിറച്ചു. അന്നു മുതലാണ് ആറ്റിങ്ങൽ പുഴ കൊല്ലംപുഴയായി മാറിയത്. ആ ഒരു പ്രദേശം കൊല്ലംപുഴ എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. കൊന്നെറിഞ്ഞ പുഴ. ഉണർത്തു പാട്ടി ഈണവുമായി ഒഴുകുന്ന പുഴ ഒഴുകുന്നു, വീണ്ടും ഉണർത്തു പാട്ടി ഈണവുമായി ഒഴുകുന്ന പുഴ ഒഴുകുന്നു. ചരിത്രതാളിൽ ഇടമില്ലേ ചിലരുണ്ടി കഥ ഓർമ്മിക്കാൻ. നെഞ്ചു പിടിച്ചഭിമാനത്തോടെ ചൊല്ലും നമ്മൾ, നെഞ്ചു പിടിച്ചഭിമാനത്തോടെ ചൊല്ലും നമ്മൾ. ആറ്റിങ്ങൽ സമരം, ഇത് ആറ്റിങ്ങൽ സമരം, ആറ്റിങ്ങൽ സമരം, ഇത് ആറ്റിങ്ങൽ സമരം. ഒരു കലാപത്തിൽ ഒരു ദിവസം കൊണ്ട് കൊടുമൺ പിള്ള കൊന്നൊടുക്കിയത് 143 ബ്രിട്ടീഷുകാരെയാണ്. എന്നിട്ടും ചരിത്രം ആറ്റിങ്ങൽ കലാപത്തെയോ ഇതിഹാസ പുരുഷനായി തീർന്ന കൊടുമൺ പിള്ളയെയോ മറന്നു. കഥ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ കഥയ്ക്ക് പ്രചോദനം നൽകിയ എൻ്റെ സുഹൃത്തും എഴുത്തുകാരനുമായ ഉല്ലാസ് ശ്രീധരനെ സ്മരിക്കുന്നു. ഈ കഥയിലെ പാട്ടുകളെല്ലാം തയ്യാറാക്കിയത് ഞാനാണ്. ഈ കഥ ഇവിടെ ഇരുന്ന് നല്ല രീതിയിലുള്ള പ്രോത്സാഹനമേകിയ മാന്യ പ്രേക്ഷകർക്കാണ് ആദ്യം നന്ദി രേഖപ്പെടുത്തേണ്ടത്. അതിനോടൊപ്പം വളരെ ബ്യൂട്ടിഫുള്ളായി കൈകാര്യം ചെയ്യുന്ന ഈ വേദിയിൽ എന്നോടൊപ്പം സഞ്ചരിച്ചത് തബല ശ്രീ രമേശ്. ഇദ്ദേഹം ഒരു ഫാമിലിയാണ്. ഇദ്ദേഹം പിതാവാണ്, 2 മക്കളാണ്. പിന്നെ കീബോർഡ് വായിച്ച് മാസ്റ്റർ അഭിജിത്ത്, റിതം പാഡ് മാസ്റ്റർ അനിജിത്ത്. ഇനി ആരെങ്കിലും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞ് കഴക്കൂട്ടം കഴിഞ്ഞ് ബൈപ്പാസിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആക്കുളം പാലം എത്തുന്നതിന് മുമ്പേ വലതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രേഖാചിത്രങ്ങൾ നമുക്ക് കാണാം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ആറ്റിങ്ങൽ കൊട്ടാരം ഇപ്പോഴും നിലവിലുണ്ട്. കോയിക്കൽ പാലസ് എന്നറിയ കൊട്ടാരം. പണ്ട് അവർ ഇതേപോലത്തെ ഫംഗ്ഷനുകൾക്കും കല്യാണാവശ്യങ്ങൾക്കുമാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. എന്നിരുന്നാലും എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ അവിടെ അതുവഴി പോകുമ്പോൾ അതും കൂടി ഒന്ന് ദർശിച്ചിരിക്കും. കലാപം കലാപം ആറ്റിങ്ങൽ കലാപം
കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം സമരവീരനാട്യമായി പിറന്ന മണ്ണിലാദ്യമായി ശക്തിയേകി ഒത്തുചേർന്ന സായുധരണാങ്കണ സമരവീരധീരരായി പിറന്ന മണ്ണിലാദ്യമായി ശക്തിയേകി ഒത്തുചേർന്ന സായുധരണാങ്കണ കലാപം കലാപം ഇത് ആറ്റിങ്ങൽ കലാപം ഇത് ആറ്റിങ്ങൽ കലാപം ഇത് ആറ്റിങ്ങൽ കലാപം ഇത് ആറ്റിങ്ങൽ കലാപം